വെറും 3 മിനിറ്റ്. നിങ്ങളുടെ ജീവിതത്തെയും ഭാഗ്യത്തെയും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ദൃഷ്ടിദോഷങ്ങൾ പടിയിറങ്ങാൻ ഇത്രയും സമയം മതി. ആചാര്യ ചാണക്യൻ പറയുന്നു, അഗ്നിപ്രകാശത്തെ മാത്രമല്ല നൽകുന്നത്, അത് മാലിന്യങ്ങളെ ദഹിപ്പിക്കുക കൂടി ചെയ്യുന്നു. നിങ്ങൾ എത്ര പ്രയത്നിച്ചിട്ടും കാര്യങ്ങൾ തടസ്സപ്പെടുകയാണോ? വീട്ടിൽ അകാരണമായ കലഹങ്ങൾ വിട്ടുമാറുന്നില്ലേ? എങ്കിൽ കർപ്പൂരം കൊണ്ട് ചെയ്യേണ്ട അതീവ രഹസ്യമായ ഈ വിദ്യ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വെറുമൊരു വിശ്വാസമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ നിമിഷനേരം കൊണ്ട് ദഹിപ്പിച്ചു കളയാനുള്ള പവർഫുൾ തന്ത്രമാണ്. നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം നമ്മുടെ ഐശ്വര്യത്തെ തടഞ്ഞുവെക്കുമ്പോൾ അതിനെ അഗ്നിശുദ്ധി കൊണ്ട് എങ്ങനെ മറികടക്കാം എന്ന് ഇന്ന് നാം ചർച്ച ചെയ്യുന്നു. നമ്മുടെ പൂർവികർ കൈമാറി വന്ന, എന്നാൽ പലരും മറന്നുപോയ ഈ കർപ്പൂര പ്രയോഗത്തിന്റെ ശരിയായ രീതിയാണ് ഇന്ന് നിങ്ങൾക്കായി വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ ചാണക്യ നീതികളും തന്ത്രങ്ങളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പങ്കുവെക്കുന്ന ഓരോ അറിവുകളും ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ്. നമുക്ക് ആ വിദ്യയിലേക്ക് കടക്കാം. ആചാര്യ ചാണക്യൻ തന്റെ തന്ത്രശാസ്ത്രങ്ങളിൽ അഗ്നിയെ വിശേഷിപ്പിക്കുന്നത് സർവ്വപാപ വിനാശകൻ എന്നാണ്. കണ്ണീറ് മാറ്റാൻ കർപ്പൂരം ഉപയോഗിക്കുമ്പോൾ അത് കേവലം കത്തിക്കുകയല്ല നാം ചെയ്യുന്നത്, മറിച്ച് ഒരു ഊർജ്ജ ശുദ്ധീകരണമാണ് നടത്തുന്നത്. ഇത് ചെയ്യേണ്ട കൃത്യമായ രീതി ശ്രദ്ധിക്കുക. സന്ധ്യാസമയത്ത് ശുദ്ധമായ 2 കഷ്ണം കർപ്പൂരം ഒരു ചെറിയ മൺപാത്രത്തിലോ പിച്ചളപാത്രത്തിലോ എടുക്കുക. കണ്ണീറ് ഏറ്റുവെന്ന് തോന്നുന്ന വ്യക്തിയെ കിഴക്കോട്ട് നോക്കിയിരുത്തിയ ശേഷം കത്തിച്ച കർപ്പൂരം ആ വ്യക്തിയുടെ തലയ്ക്ക് ചുറ്റും വലത്തോട്ട് 3 തവണയും ഇടത്തോട്ട് 3 തവണയും ഒഴിയുക. ഇതിനെയാണ് ദൃഷ്ടി ഒഴിയൽ എന്ന് പറയുന്നത്. ശേഷം ഈ കർപ്പൂരം വീടിന്റെ ഉമ്മറപ്പടിക്ക് പുറത്തോ അല്ലെങ്കിൽ വീടിന് പുറത്തുള്ള വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വെച്ച് പൂർണ്ണമായും എരിഞ്ഞു തീരാൻ അനുവദിക്കുക. കർപ്പൂരം കത്തിയെരിയുമ്പോൾ അതിനോടൊപ്പം നിങ്ങളുടെ മേൽ പതിഞ്ഞ അസൂയയുടെയും ദൃഷ്ടിയുടെയും നെഗറ്റീവ് തരംഗങ്ങളും ദഹിച്ചു ഇല്ലാതാകുന്നു. ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു പ്രധാന ചോദ്യം ചോദിക്കാനുണ്ട്. കർപ്പൂരം കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ സവിശേഷമായ സുഗന്ധം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മറുപടി താഴെ കമന്റ് ബോക്സിൽ യെസ് അല്ലെങ്കിൽ എന്നോ എന്ന് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. കർപ്പൂര പ്രയോഗം നടത്തുമ്പോൾ പലരും വരുത്തുന്ന ഒരു വലിയ തെറ്റുണ്ട്. അത് കേവലം ഒരു ചടങ്ങായി മാത്രം കാണുക എന്നത്. ആചാര്യ ചാണക്യൻ പറയുന്നു, വിശ്വാസമില്ലാത്ത കർമ്മം ഫലമില്ലാത്ത വിത്ത് പോലെയാണ്. കർപ്പൂരം കത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കർപ്പൂരം ഒഴിഞ്ഞ ശേഷം അത് വീടിനുള്ളിൽ തന്നെ എരിഞ്ഞു തീരാൻ അനുവദിക്കരുത്. അത് ദോഷങ്ങളെ ആവാഹിച്ചെടുത്ത അഗ്നിയാണ്, അതിനാൽ അത് വീടിന് പുറത്തു തന്നെ വെക്കണം. അതുപോലെ കർപ്പൂരം കത്തിക്കാൻ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാകുന്ന ലോഹങ്ങളോ ഉപയോഗിക്കരുത്. മൺപാത്രമാണ് ഏറ്റവും ഉചിതം. കർപ്പൂരം പൂർണ്ണമായും കത്തിത്തീരുന്നതുവരെ ആ വ്യക്തിയോട് സംസാരിക്കാനോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനോ പാടുള്ളതല്ല. ഈ 3 മിനിറ്റ് നേരത്തെ നിശബ്ദത നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും പുറന്തള്ളാൻ സഹായിക്കും. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അശ്രദ്ധ കാണിച്ചിട്ടുണ്ടോ? അതോ കൃത്യമായ നിയമങ്ങൾ പാലിച്ചാണോ നിങ്ങൾ ഇത് ചെയ്യാറുള്ളത്? നിങ്ങളുടെ രീതികൾ താഴെ കമന്റ് ബോക്സിൽ റൂൾസ് എന്ന് ടൈപ്പ് ചെയ്ത് പങ്കുവെക്കൂ. നിങ്ങളുടെ കമന്റുകൾ മറ്റുള്ളവർക്ക് ഇത്തരം തെറ്റുകൾ തിരുത്താൻ ഒരു വഴികാട്ടിയാകും. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു കോട്ട വൃത്തിയാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വീണ്ടും അശുദ്ധമാകാതിരിക്കാൻ കാവൽക്കാരെ നിയമിക്കുകയും വേണം. കർപ്പൂര പ്രയോഗത്തിലൂടെ നിങ്ങൾ ദൃഷ്ടിദോഷം നീക്കം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ വീണ്ടും നെഗറ്റീവ് ചിന്തകളിലേക്ക് വിട്ടുകൊടുക്കരുത്. ശുദ്ധീകരണത്തിന് ശേഷം അല്പനേരം ശാന്തമായി ഇരിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടദൈവത്തെയോ പ്രകൃതിയെയോ ധ്യാനിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രഭാവലയത്തെ കൂടുതൽ ബലപ്പെടുത്തും. ചാണക്യനീതി പ്രകാരം ശുദ്ധമായ ഒരിടത്തേക്ക് പോസിറ്റീവ് എനർജി പെട്ടെന്ന് ആകർഷിക്കപ്പെടും. കർപ്പൂരത്തിന്റെ ആ പുക അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന സമയം വരെ വീട്ടിൽ അനാവശ്യമായ തർക്കങ്ങളോ ദേഷ്യമോ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു അദൃശ്യമായ സുരക്ഷാ കവചം തീർക്കാൻ സഹായിക്കും. നിങ്ങൾ എത്രത്തോളം ശാന്തനായിരിക്കുന്നുവോ അത്രത്തോളം കാലം ഈ ശുദ്ധീകരണത്തിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കർപ്പൂരം കത്തിച്ചാലുടൻ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ പ്രത്യേക ഊർജത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ഓരോ ചിന്തയും ഈ വിജ്ഞാനത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ആചാര്യ ചാണക്യൻ എപ്പോഴും പ്രായോഗിക ബുദ്ധിയിൽ വിശ്വസിച്ചിരുന്നു. ഒരു ആയുധം കൊണ്ട് മാത്രം ശത്രുവിനെ തടയാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ തന്ത്രം മാറ്റണം. കർപ്പൂരം കത്തിക്കുമ്പോൾ അതിനോടൊപ്പം 2 ഗ്രാമ്പു കൂടി ചേർക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ വേരോടെ പിഴുതെറിയാൻ സഹായിക്കും. ഗ്രാമ്പൂവിന് അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെയും ദുഷിച്ച തരംഗങ്ങളെയും വലിച്ചെടുക്കാനുള്ള അസാമാന്യമായ ശേഷിയുണ്ട്.
ചാണക്യനീതി പ്രകാരം കഠിനമായ ദൃഷ്ടിദോഷമുള്ള വീടുകളിൽ കർപ്പൂരത്തോടൊപ്പം ഗ്രാമ്പൂ കൂടി എരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഗന്ധം പടിവാതിൽക്കൽ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികളെ പോലും തുരത്താൻ പര്യാപ്തമാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാനും വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കാനും സഹായിക്കുന്ന ഒരു പുരാതന രഹസ്യമാണ്. അഗ്നിയും ഔഷധഗുണമുള്ള ഗ്രാമ്പൂവും ചേരുമ്പോൾ അവിടെ ഒരു പ്രതിരോധ കവചം രൂപപ്പെടുന്നു. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും കർപ്പൂരത്തോടൊപ്പം മറ്റു വസ്തുക്കൾ ചേർത്ത് പരീക്ഷിച്ചിട്ടുണ്ടോ? ഗ്രാമ്പൂവോ ഏലക്കയോ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അറിവുകൾ താഴെ കമന്റ് ബോക്സിൽ റെമഡി എന്ന് ടൈപ്പ് ചെയ്ത് പങ്കുവയ്ക്കൂ. നിങ്ങളുടെ അറിവ് ചിലപ്പോൾ മറ്റൊരാൾക്ക് വലിയൊരു ഉപകാരമായേക്കാം. ആചാര്യ ചാണക്യൻ പറയുന്നു, ബാഹ്യമായ കർമ്മങ്ങളെക്കാൾ ഫലം നൽകുന്നത് നിങ്ങളുടെ ആന്തരികമായ നിശ്ചയദാർഢ്യമാണ്. കർപ്പൂരം കത്തിക്കുമ്പോൾ അത് വെറുമൊരു പുകയായി മാത്രം കാണരുത്. ആ ജ്വാലയിലേക്ക് നോക്കി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ആ അഗ്നിയിൽ എരിഞ്ഞടങ്ങുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശക്തമായി ഈ മാറ്റം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ കർപ്പൂരത്തിന് നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ മാറ്റാൻ സാധിക്കും. ചാണക്യനീതി പ്രകാരം ഒരു യോദ്ധാവിന്റെ ആയുധത്തിന് മൂർച്ച നൽകുന്നത് അവന്റെ ലക്ഷ്യബോധമാണ്. അതുപോലെ എന്റെ വീടും കുടുംബവും സുരക്ഷിതമാണ് എന്ന പോസിറ്റീവ് ചിന്തയോടെ നിങ്ങൾ കർപ്പൂരം ഒഴിയുമ്പോൾ ആ പുക ഒരു കവചമായി നിങ്ങളുടെ വീടിന് ചുറ്റും നിലകൊള്ളും. ദുഷ്ടചിന്തകളുമായി നിങ്ങളെ നോക്കുന്നവരുടെ ആയുധങ്ങൾ നിങ്ങളുടെ ഈ മാനസിക കരുത്തിനു മുന്നിൽ തകർന്നു വീഴും. വിശ്വാസമാണ് ഏതൊരു പ്രതിവിധിയുടെയും ആത്മാവ്. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മനസ്സർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ഫലം നൽകുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വിശ്വാസമാണോ അതോ കർമ്മമാണോ വലുതെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ ഫെയ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തുക. നിങ്ങളുടെ മറുപടികൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു, ഒരാപത്തിനെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് അത് വീണ്ടും വളരാൻ കാരണമാകും. കണ്ണീറ് ഒഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന കർപ്പൂരത്തിന്റെ തരികളോ അല്ലെങ്കിൽ അത് കത്തിയ പാടുകളോ ഒരിക്കലും അശ്രദ്ധമായി കൈകാര്യം ചെയ്യരുത്. അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ ആവാഹിച്ചെടുത്ത നെഗറ്റീവ് ഊർജത്തിന്റെ അവശിഷ്ടമാണ്. ചാണക്യനീതി പ്രകാരം ശുദ്ധീകരണത്തിന് ശേഷം ആ പാത്രം വീടിന് പുറത്തു തന്നെ വെച്ച് കഴുകി വൃത്തിയാക്കണം. അവശേഷിക്കുന്ന ചാരമുണ്ടെങ്കിൽ അത് ചെടികളുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത വിജനമായ ഒരിടത്തോ നിക്ഷേപിക്കുക. ഒരിക്കലും അത് വീടിനുള്ളിലെ ചപ്പുചവറുകൾക്കൊപ്പം ഇടരുത്. നിങ്ങൾ എത്രത്തോളം കൃത്യതയോടെ ഈ ശുദ്ധികർമ്മം പൂർത്തിയാക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ഓർക്കുക, ചെറിയൊരു അശ്രദ്ധ പോലും വലിയൊരു പോസിറ്റീവ് മാറ്റത്തെ തടയാൻ കാരണമായേക്കാം. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത്തരം കർമ്മങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ അത് എങ്ങനെയാണ് ഒഴിവാക്കാറുള്ളത്? മുമ്പ് എപ്പോഴെങ്കിലും ഇത് അശ്രദ്ധമായി കൈകാര്യം ചെയ്ത അനുഭവമുണ്ടോ? നിങ്ങളുടെ രീതികൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. ശരിയായ രീതികൾ പഠിക്കാൻ അത് മറ്റുള്ളവരെ സഹായിക്കും. ആചാര്യ ചാണക്യൻ തന്റെ കണക്കുകൂട്ടലുകളിൽ എപ്പോഴും സമയത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ശത്രുവിനെ തോൽപ്പിക്കാൻ കൃത്യമായ സമയം നോക്കുന്നത് പോലെ തന്നെ നെഗറ്റീവ് ഊർജത്തെ തുരത്താനും ചില പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഫലം ഇരട്ടിയാക്കും. ചാണക്യനീതി പ്രകാരം ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് നടത്തുന്ന കർപ്പൂര ശുദ്ധിക്ക് അതീവ ശക്തിയുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രപഞ്ചത്തിലെ ഊർജ്ജ വ്യതിയാനങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ വരുന്ന കറുത്തവാവ് ദിവസം വീട് മുഴുവൻ കർപ്പൂരം പുകയ്ക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന കടുത്ത ദൃഷ്ടിദോഷങ്ങളെപ്പോലും വേരോടെ പിഴുതെറിയാൻ സഹായിക്കും. ശരിയായ സമയത്ത് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ആചാര്യൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളോട് എനിക്കിവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ സാധാരണയായി ഇത്തരം ശുദ്ധീകരണങ്ങൾ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യാറുണ്ടോ? ചൊവ്വയോ വെള്ളിയോ അതോ ഞായറാഴ്ചയോ? ഏത് ദിവസമാണ് നിങ്ങൾക്ക് കൂടുതൽ മാറ്റം അനുഭവപ്പെട്ടിട്ടുള്ളത്? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ മറുപടി മറ്റുള്ളവർക്കും ഒരു വഴികാട്ടിയാകും. ആചാര്യ ചാണക്യൻ പറയുന്നു, കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ വലിയ സത്യങ്ങൾ പ്രകൃതി നമുക്ക് അടയാളങ്ങളിലൂടെ നൽകുന്നുണ്ട്. കർപ്പൂരം കത്തിക്കുമ്പോൾ ആ ജ്വാല ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ കർപ്പൂരം ശാന്തമായി കത്തിയെരിയണം. എന്നാൽ നിങ്ങൾ ദൃഷ്ടി ഒഴിയുമ്പോൾ ജ്വാല അകാരണമായി ആടുകയോ കറുത്ത പുക അധികമായി പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേൽ പതിഞ്ഞ നെഗറ്റീവ് ഊർജത്തിന്റെ തീവ്രതയെയാണ് സൂചിപ്പിക്കുന്നത്. ചാണക്യനീതി പ്രകാരം ശുദ്ധമായ അഗ്നി അശുദ്ധിയെ വലിച്ചെടുക്കുമ്പോഴാണ് ഇത്തരം മാറ്റങ്ങൾ കാണിക്കുന്നത്. കർപ്പൂരം കത്തുമ്പോൾ അസാധാരണമായ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും അസൂയക്കാരുടെ വലിയൊരു വലയമുണ്ടെന്ന് തിരിച്ചറിയണം. ഇത് ഭയപ്പെടാനല്ല, മറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കാനുള്ള പ്രകൃതിയുടെ താക്കീതാണ്. ലക്ഷണങ്ങൾ മുൻകൂട്ടി അറിയുന്നവൻ പരാജയപ്പെടില്ല എന്ന ആചാര്യന്റെ വചനം ഇവിടെ ഓർക്കുക. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ കർപ്പൂരം കത്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും കറുത്ത പുക വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കർപ്പൂരം പെട്ടെന്ന് അണഞ്ഞുപോയ അനുഭവമുണ്ടോ? അത്തരം സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ?
നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ സയൻസ് എന്ന് ടൈപ്പ് ചെയ്ത് പങ്കുവയ്ക്കൂ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പലർക്കും ഒരു വലിയ തിരിച്ചറിവാകും. സുഹൃത്തുക്കളെ, വെറും 3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ എങ്ങനെ ദഹിപ്പിച്ചു കളയാമെന്ന് ഇന്ന് നാം കണ്ടു. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ അഗ്നി വെറുമൊരു പ്രകാശമല്ല, അത് വലിയൊരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ്. വിശ്വാസത്തോടും ഏകാഗ്രതയോടും കൂടി നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങളെ നീക്കം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നാം ചർച്ച ചെയ്ത ഈ കർപ്പൂര പ്രയോഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള അതീവ രഹസ്യമായ ചാണക്യനീതികളും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന മോട്ടിവേഷണൽ വീഡിയോകളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പുതിയ അറിവുകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലുള്ള അമൂല്യമായ അറിവുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു പ്രേരണയാണ്. ലോകത്തെ ജയിക്കാനൊരുങ്ങുന്ന ഒരു ചാണക്യ ശിഷ്യനായി നിങ്ങളെ മാറ്റുന്ന മറ്റൊരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.